പലർക്കുള്ള ഒരു സംശയമാണ് നമ്മുടെ കാറിൽ ഫേസ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ അത് ലീഗലാണോ, അത് എന്തൊക്കെ കാര്യങ്ങളാണ് മാറ്റുക, അതിനുള്ള ഒരു ടോട്ടൽ എക്സ്പെൻസ് എങ്ങനെയാണ്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. നമ്മൾ ഫേസ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിപ്പോൾ വണ്ടി രൂപമാറ്റാണ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഫേസ് ലിഫ്റ്റ് എന്ന് പറയുന്നത് ഒരു ലീഗൽ തന്നെ. അതെന്താണെന്നുള്ള പറയാനുള്ള എൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വണ്ടി ഫേസ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ BMW 5 സീരീസ് തന്നെ നമ്മൾ ഫേസ് ലിഫ്റ്റ് ചെയ്ത് പുതിയ രൂപത്തിലാക്കിയാലും അത് BMW 5 സീരീസ് തന്നെയാണ്. അതായത് ഇപ്പോൾ 2010 മോഡൽ വണ്ടിയുടെ നമ്മൾ 2023 മോഡൽ BMW 5 സീരീസ് ആയിട്ട് ഫേസ് ലിഫ്റ്റ് ചെയ്തു. പക്ഷെ പറയുമ്പോൾ വണ്ടി 5 സീരീസ് തന്നെയാണ്. ആൾക്കാർ അട്രാക്ഷന് വേണ്ടിയിട്ട് M5 കിറ്റ് എന്ന് പറയണമെന്നുള്ളൂ. ഈ സീരീസിന്റെ രൂപം വരുന്നത്, അതായത് 2023 രൂപം വരുന്നതും ഏകദേശം ഈ ഷേപ്പ് തന്നെ. ഇപ്പൊ M5ന്റെ രൂപമാണെങ്കിൽ ഈ ഷേപ്പ് തന്നെയാണ്. അപ്പൊ അതാണ് ലീഗൽ ആവാനുള്ള മെയിൻ കാരണം. അപ്പോൾ ഒരുപാട് ഫേസ് ലിഫ്റ്റ് ഉണ്ട്. നമ്മുടെ ഇന്നോവയ്ക്ക് ഫേസ് ലിഫ്റ്റ് ഉണ്ട്. ഇന്നോവ, BMW അങ്ങനെ ഒട്ടുമിക്ക പ്രീമിയം വണ്ടികൾക്കും ഫേസ് ലിഫ്റ്റ് അവൈലബിൾ ആണ്. നമ്മൾ ഫേസ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ നിയമപരമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു NOC എടുത്ത വണ്ടിയാണ് ചെയ്യുന്നത് എങ്കിൽ അത് രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് മിക്കതും ഫേസ് ലിഫ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം. കാരണം രജിസ്ട്രേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ പണി സെറ്റാണ്. പിന്നെ നമ്മൾ കളർ ചേഞ്ച് വരുത്തുന്നുണ്ടെങ്കിൽ അതും RC ബുക്കിൽ എത്തണം. കാരണം RC ബുക്കിലുള്ള കളറല്ല നമ്മൾ ഫേസ് ലിഫ്റ്റ് ചെയ്യുമ്പോഴാക്കുന്നതെങ്കിൽ നമ്മൾ കളർ ചേഞ്ചും വരുത്തണം. പിന്നെ ഫേസ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കിറ്റിൻ്റെ കൂടെ, ഇപ്പോൾ BMWക്ക് ഒരു കിറ്റ് ആണെങ്കിൽ അതിന് എന്തൊക്കെ കിട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെ ബോണറ്റ് മാറും, ഫ്രണ്ടിലത്തെ ബോണറ്റ് മാറും, ബമ്പർ മാറും, ഹെഡ്ലൈറ്റ് മാറും, സൈഡിലത്തെ ഒരു അണ്ടർ ബോഡി സ്കേറ്റിംഗ് ഉണ്ട്, ആ ഒരു സ്കേറ്റിംഗ് മാറും. പിന്നെ ഈ സൈഡ് ഫെൻഡർ മാറും, ടെയിൽ ലൈറ്റ് മാറും, ബാക്ക് ബമ്പർ മാറും. ഇതാണ് ഒരു കിറ്റിൽ നോർമലായിട്ട് വരുന്ന കാര്യങ്ങൾ. പിന്നെ നമുക്ക് അഡീഷണൽ ആയിട്ട് അതിൽ വേണമെങ്കിൽ സ്കേറ്റിംഗ് ആഡ് ചെയ്യാം, സ്പോയിലേഴ്സ് ആഡ് ചെയ്യാം, അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ അഡീഷണൽ ആണ്. പിന്നെ നമ്മൾ ഫേസ് ലിഫ്റ്റ് ചെയ്യാനായിട്ട് എത്ര കോസ്റ്റ് വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നിലവിലൊരു റേറ്റ് വെച്ചിട്ട് നമുക്ക് ഫേസ് ലിഫ്റ്റും പെയിന്റിങ്ങും ഏകദേശം ഒരു 3 lakhs അതിന് താഴേക്ക് ചെയ്യാൻ പറ്റും. പിന്നെ കിറ്റിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചും പെയിന്റിങ്ങിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചും നമ്മൾ ചെയ്യുന്ന സ്ഥലത്തിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചും ഇതിന്റെ റേറ്റ് കമ്പാരിറ്റീവ് മാറാട്ട. അപ്പോൾ മാക്സിമം നമുക്കൊരു 3 lakh to ഒരു 3.5 വരെ അതിൻ്റെ ഉള്ളിൽ നമുക്ക് എല്ലാ പണിയും ചെയ്യാട്ടോ. 3 lakhന് താഴെ തന്നെ എല്ലാം വരുള്ളൂ. പിന്നെ ഫേസ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ വണ്ടിയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വണ്ടിയുടെ ഡയമെൻഷൻ ചെറുതായിട്ടൊന്ന് മാറ്റം വരും. അതായത് ഇപ്പോൾ BMWയുടെ ഫേസ് ലിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ അത് കുറച്ച് കാറ്റഗറി ഉണ്ട്. ആദ്യത്തെ ഒരു നോർമൽ BMW ഫേസ് ലിഫ്റ്റ്, BMW M5 സീരീസിന്റെ ഫേസ് ലിഫ്റ്റ് ഉണ്ട്. പിന്നെ BMW 1:1 ഫേസ് ലിഫ്റ്റ് ഉണ്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമൽ ഫേസ് ലിഫ്റ്റ്, അതായത് BMW നോർമൽ ഫേസ് ലിഫ്റ്റ് ആണെങ്കിൽ ജസ്റ്റ് ഒരു നോർമൽ M5ന്റെ ലുക്ക് ആയിരിക്കും. ഇനി M5 CS-ന്റെ ആണ് ചെയ്യണമെങ്കിൽ ബോണറ്റ് മാറും, പിന്നെ ബാക്കത്തെ ഡിഫ്യൂസർ മാറും, അങ്ങനത്തെ കുറച്ച്. അതായത് M5 CS എങ്ങനെയാണോ അതിന്റെ ഫേസ് ലിഫ്റ്റ്. ഇനി 1:1 ഫേസ് ലിഫ്റ്റ് ആണെങ്കിൽ ഒരു യഥാർത്ഥ M5ഉം നമ്മുടെ ഫേസ് ലിഫ്റ്റ് ചെയ്ത BMW നിർത്തി കഴിഞ്ഞാൽ ഒരു ഡിക്റ്റോ കോപ്പി എന്നൊക്കെ പറയില്ലേ, അതേപോലെ ഇരിക്കും. അതായത് ബാക്കത്തെ ടെയിൽ ലൈറ്റിന്റെ സൈസ് പോലും കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബാക്കത്തെ ഫെൻഡറിന്റെ ഭാഗമില്ലേ അതൊക്കെ കട്ട് ചെയ്ത് കറക്റ്റ് നമ്മുടെ ഒരു M5ന്റെ ബാക്ക് എങ്ങനെ ഇരിക്കുന്നു അതേപോലെ ആക്കി എടുക്കും. അതാണ് 1:1 കിട്ടുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഫേസ് ലിഫ്റ്റിനെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ ഇട്ടാൽ മതി. ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ